എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പത്തനംതിട്ട കുടുംബക്കോടതി ജഡ്ജി ബഹുമാനപ്പെട്ട ഡോൺ തോമസ് വർഗീസിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം എന്താണെന്നറിയണ്ടേ? ഭാര്യയുടെ അവിഹിത ബന്ധത്തിന് യുവാവിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ച് കുടുംബക്കോടതി. വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഭാര്യ മറ്റൊരാളുമായി ബന്ധം തുടരുകയും തൻ്റെ വ്യക്തിജീവിതം തകർക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് യുവാവ് പരാതി നൽകിയത്. അത് എറണാകുളം മരട് സ്വദേശിയാണ് അദ്ദേഹം. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാര്യയുടെ ബന്ധുക്കളും സുഹൃത്തും 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു വിധി. അവരുടെ രണ്ടാം വിവാഹമായിരുന്നു. വിവാഹത്തിന് മുൻപും വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഈ സ്ത്രീ അബോർഷൻ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാതി നൽകിയത്. ഈ സ്ത്രീയുടെ ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് അവരുടെ മാതാപിതാക്കൾക്കും മറ്റുള്ള സുഹൃത്തുക്കൾക്കും എല്ലാം ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. നമുക്കറിയാം, പല വീടുകളിലും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ കുട്ടികൾ വേറെയൊക്കെ ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ മാതാപിതാക്കൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഒരു ആലോചനയൊക്കെ ചെയ്ത് ഒരു വിവാഹം നടത്തിവിടും. പക്ഷേ അവർ വിവാഹം കഴിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വിവാഹബന്ധത്തിലേക്ക് വരും. പക്ഷേ അവരൊരിക്കലും അങ്ങനെയുള്ള കുട്ടികൾ ആ പാസ്റ്റൊന്നും ചിലപ്പോൾ അങ്ങ് വിട്ടുകളയാൻ സാധ്യതയില്ല. അവർ ആ ബന്ധം ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് വളരെ ഒരു വഞ്ചന ചെയ്യുന്നതാണ് പങ്കാളിയോട്. അത് അവരുടെ മാനസിക പീഡനങ്ങൾ ഉണ്ടാക്കും, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വളരെയധികം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോരുത്തരും കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ആ ഒരു സ്വപ്നതുല്യമായ ജീവിതമേ അത് നശിപ്പിച്ച് കളയും. പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് അത് നശിപ്പിച്ച് കളയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിവാഹേതര ബന്ധത്തിൽ. അപ്പം ഈ അടുത്തിടെ സുപ്രീം കോർട്ട് പറയുകയുണ്ടായിരുന്നു, ഒരു മൂന്നാം കക്ഷി, അതായത് ഒരു മൂന്നാമതൊരാൾ വിവാഹബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുന്നുവെങ്കിൽ അയാൾക്കെതിരായി കോടതിയെ സമീപിക്കാമെന്നുള്ള ഒരു വിധിയുണ്ടായിരുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം അവിടെ പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആ വിവാഹ സമയത്ത് ഇദ്ദേഹം ആ വധുവിന് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കൊടുക്കണം. അത് പറ്റിയില്ലെങ്കിൽ അതിന് ഇപ്പോഴത്തെ വിപണി മൂല്യം തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ 6% പലിശയിൽ അത് തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ നല്ലൊരു വിധിയാണ്. പക്ഷേ ഇത് ഒരു പെണ്ണിന് വേണ്ടി പുരുഷന്മാർക്കല്ല, ഇത് പെണ്ണിനും ബാധകമാണ്. അതുകൊണ്ട് ഇനി ഈ വിവാഹേതര ബന്ധം, അവിഹിത ബന്ധം, ഇതിൽ നിന്ന് ഒരു മാറ്റം വരുത്തേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് വെറുതെ ഇതൊക്കെ അങ്ങ് പോയാൽ പോട്ടെ, ഇങ്ങനെയൊക്കെയാണ് ഒരു ജീവിതമാണ് പോകുന്നത്. അതിൻ്റെ പിന്നീട് വരുന്ന കുടുംബജീവിതത്തിൽ വരുന്ന വിള്ളലുകളെക്കുറിച്ചൊന്നും അവരെ ചിന്തിക്കാറുമില്ല, ഒന്നുമില്ല. ഇതിനൊക്കെ അവർക്ക് നല്ലൊരു കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.